ഈ ഒരു ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അമ്പലപ്പുഴ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മൾ 140 മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും ചില മണ്ഡലങ്ങളെ വളരെ കൗതുകത്തോടെ ആകാംക്ഷയോടെ ഒക്കെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് അമ്പലപ്പുഴ. കാരണം അമ്പലപ്പുഴ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളും നമുക്കറിയാം, പല നാടകീയമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി അവിടെ നിൽക്കുന്നത് 63 വർഷമായി ഇടതുപക്ഷക്കാരനായ, അല്ലെങ്കിൽ അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ എന്താ പറയുക, ഇടതുപക്ഷത്തിനെ എന്താ പറയുക കൈവെള്ളയിൽ കൊണ്ടു നടന്നിരുന്ന ജി സുധാകരൻ, അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിന്റെ പിന്തുണയോടുകൂടിയാണ് മത്സരിക്കുന്നത്. അപ്പുറത്തെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ തന്നെയാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത്, എച്ച് സലാമാണ്. പിന്നെ ബി ജെ പി ഇപ്പോൾ വോട്ട് വിഹിതം കൂട്ടിക്കൊണ്ടുവരികയാണ്. ബി ജെ പിയുടെ അരുൺ അനിരുദ്ധൻ. ഇങ്ങനെ 3 പ്രധാന സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും വളരെ നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴയുടെ ഒരു ഒരു ഹിസ്റ്ററി നമുക്ക് എടുക്കാം. ഒരുപാട് ചരിത്രങ്ങളുള്ള, നമുക്ക് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഭയങ്കര കോരിത്തിരിപ്പ് കിട്ടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് പുന്നപ്ര, വയലാർ, ഇതൊക്കെ എല്ലാം അടങ്ങുന്ന ഒരു ഏരിയയാണ് അമ്പലപ്പുഴ അല്ലെങ്കിൽ ആലപ്പുഴ എന്ന് പറയുന്നത്. നമുക്ക് ആലപ്പുഴ മൊത്തത്തിൽ എടുക്കാം. ആലപ്പുഴയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന അമ്പലപ്പുഴ. അപ്പോൾ 2001 മുതൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ 2001 അന്ന് കോൺഗ്രസ് ആയിരുന്നു ആലപ്പുഴ അന്ന് എന്താ പറയുക നേടിയത്. 51% വോട്ടോടുകൂടി അഡ്വക്കേറ്റ് സുഗതനായിരുന്നു അന്ന് കോൺഗ്രസിന് വേണ്ടി നിന്നതും. അദ്ദേഹമാണ് സീറ്റ് പിടിച്ചെടുത്തത്. അന്ന് സി പി എമ്മിന്റെ സി കെ സദാശിവൻ, അദ്ദേഹം മോശമല്ലായിരുന്നു. അദ്ദേഹം 47% അന്ന് ഉണ്ടായിരുന്നത്. അന്ന് എനിക്കൊണ്ട് ബി ജെ പി കാൻഡിഡേറ്റ്സിനൊന്നും നിർത്തിയിട്ടില്ല. അന്ന് ഏതൊക്കെ കുറച്ച് സ്വതന്ത്രം നിന്നിരുന്നു. പക്ഷെ അറിയാം, ഈ 51 47 എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം വോട്ടിന്റെ ഫുൾ ഷെയർ എടുത്തു കഴിഞ്ഞു. ബാക്കി കുറച്ച് സ്വതന്ത്ര കാൻഡിഡേറ്റ്സ് ഏതൊക്കെയോ ഇൻഡിപെൻഡന്റ് നിന്ന് ചെറിയ ചെറിയ വോട്ടുകൾ പിടിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ 2006 ആയി കഴിഞ്ഞപ്പോൾ ജി സുധാകരനാണ് അന്ന് എന്താ പറയുക ഈ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ആ സ്ഥലം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് പിടിച്ചെടുത്ത് ജി സുധാകരൻ, സി പി എംകാരനായ ജി സുധാകരൻ പിടിച്ചെടുത്തു. അദ്ദേഹത്തിന് 53% മുകളിലാണ് അന്ന് അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് തൊട്ട് മുമ്പത്തെ തവണ 2001 കോൺഗ്രസ് നേടിയേക്കാട്ടും കൂടുതൽ, ഒരു കുറച്ച് ശതമാനമെങ്കിലും വോട്ട് കൂടുതൽ നേടാൻ അന്ന് ജി സുധാകരന് സാധിച്ചു. കോൺഗ്രസിന് അന്ന് 40% മുകളിലായിരുന്നു അത് വോട്ട്. അന്ന് ശരിക്കും ഡി എ സി ആയിരുന്നു അന്ന്. നമുക്കറിയാം, കരുണാകരൻ എന്താ പറയുക അന്ന് ഡി എ സി ഒക്കെ രൂപീകരിച്ചു. പിന്നീട് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല, അന്ന് ഡി എ സി യു ഡി എഫ് പിന്തുണയോടുകൂടി നിന്ന് ഡി എ സി എന്ന 40%. തൊട്ട് മുമ്പത്തെ കാട്ടും വോട്ട് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. കാരണം ജി സുധാകരൻ അതുപോലെ തന്നെ ഒരു അടിച്ച് കയറി എന്ന് പറയാം. അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയത് 2.7%, 2.25% വോട്ട് ബി ജെ പിക്ക് കിട്ടി. അവിടെ മുതലാണ് ബി ജെ പിയുടെ ഒരു തുടങ്ങുന്നത്, എന്താ പറയുക അവരുടെ ഒരു തേരോട്ടം തുടങ്ങുന്നത്. 2011 ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും സുധാകരൻ തന്നെയായിരുന്നു അവിടെ. സുധാകരൻ തൊടാൻ പറ്റിയിട്ടില്ല. സുധാകരൻ വോട്ട് വിഹിതം കൂട്ടുകയാണ് ചെയ്തത്. 54.5% അടുത്ത് വോട്ട് ഷെയർ കിട്ടി എന്നുള്ളതാണ്. 53 നിന്നും 54 എത്തി. അന്ന് കോൺഗ്രസിന്റെ എം ലിജു ആയിരുന്നു. ലിജുവിന് 40% ലിജുവിന്. തൊട്ട് മുമ്പ് യു ഡി എഫ് പിന്തുണയോടുകൂടി ഡി എ സി കാൻഡിഡേറ്റിന് കിട്ടിയ ഏകദേശം അത്രയൊക്കെ തന്നെയാണ് കിട്ടിയത്. ബി ജെ പിക്ക് വലിയ പുരോഗമനമൊന്നും ഇല്ലായിരുന്നു. ബി ജെ പിക്ക് അന്ന് പി കെ വാസുദേവൻ, അദ്ദേഹത്തിന് 2.2% മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. 2016 എത്തിക്കഴിഞ്ഞപ്പോൾ ജി സുധാകരന് 47%, അതായത് ജി സുധാകരന്റെ പേഴ്സൻറ്റേജ് ഒന്ന് കുറഞ്ഞു. പിന്നെ ജെ ഡി ആണ് നിന്നിരുന്നത്, ജെ ഡി യു ആണ് നിന്നിരുന്നത്. അവർക്ക് 30% കിട്ടിയിരിക്കുന്നത്. അന്ന് കോൺഗ്രസ് അല്ല. അപ്പോൾ വളരെയധികം ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വോട്ടൊക്കെ പോയത് ബി ജെ പിക്കാണ്. ബി ജെ പിക്ക് അന്ന് എൽ പി ജയചന്ദ്രൻ, അദ്ദേഹത്തിന് 17% അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു ഗ്രോത്ത്, നമ്മളിതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നെടുമങ്ങാട് മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. 2%, 3%, 4% നിന്നിരുന്നോടത്ത് 20% മുകളിലോട്ട്, ഏകദേശം 22-23% അടുത്ത് വി വി രാജേഷ് 2016 നേടിയതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 2016 എനിക്കിപ്പോൾ ഇതൊക്കെ ഒന്ന് കമ്പയർ നോക്കുമ്പോൾ, ഒരു ഹിസ്റ്ററി നമ്മളെ വോട്ട് വിഹിതത്തിന് എടുത്ത് നോക്കുമ്പോൾ 2016 എന്ന് പറയുന്ന ഒരു വർഷമാണ് ബി ജെ പിക്ക് ഒരു ഗ്രോത്ത് വന്നു തുടങ്ങിയത് കേരളത്തിൽ. അതൊരു പക്ഷേ മോദി ഫാക്ടർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2014 മോദി വന്ന ശേഷം ഉണ്ടായിട്ടുള്ള അത് ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ വിശ്വസിക്കുന്ന മോദി ഫാക്ടറും മോദിയുടെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു വിഭാഗം ആളുകൾ ബി ജെ പിയിലോട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ, അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവരെന്ത് ചെയ്താലും അവർക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന
അടിയുറച്ച് ആ ഒരു പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്യുള്ളൂ എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന ആളുകളല്ലാത്ത ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു വോട്ടേഴ്സ് BJP-യിലോട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ 2016 SDPI-യും PDP ഒക്കെ നിന്നിരുന്നു. പക്ഷെ അതൊന്നും വലിയ കാര്യം, കുറച്ച് വോട്ടൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ശതമാനങ്ങൾ മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ 2021 ആയി കഴിയുമ്പോഴാണ് ഈ പറയുന്ന പോലെ അതുവരെ ഉണ്ടായിരുന്ന G. സുധാകരൻ, അതായത് 3 ടേം 2006-ലും 2011-ലും 2016-ലും ഹാട്രിക് ആയിട്ട് G. സുധാകരന്റെ ആ മണ്ഡലത്തിലോട്ട് G. സുധാകരനെ മാറ്റിയിട്ടാണ് H. സലാമിനെ നിർത്തുന്നതും H. സലാം വിജയിച്ചു. H. സലാമിന് കിട്ടിയത് ഏകദേശം 44.5% വോട്ടാണ്. തൊട്ടു താഴെ വീണ്ടും ലിജു തന്നെയായിരുന്നു. 2011-ൽ നിന്നിരുന്ന കോൺഗ്രസിന്റെ ലിജു വീണ്ടും വരുന്നു. ലിജു കഴിഞ്ഞ തവണ UDF പിന്തുണയോടുകൂടി JDF കാൻഡിഡേറ്റിന് കിട്ടിയെക്കാട്ടും കൂടുതൽ വോട്ട് വീതം വന്നു. 36% ലിജുവിന് കിട്ടി. BJP-യുടെ അനൂപ് ആന്റണി ആയിരുന്നു. അദ്ദേഹം മോശമല്ല, 16% വോട്ട് വീതം. തൊട്ട് മുമ്പത്തെ വർഷം 17% ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, എങ്കിലും പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. അന്ന് SDPI ഏകദേശം 1.5% വോട്ട്, എനിക്ക് തോന്നുന്നു ഈ SDPIയുടെ കുറച്ച് സ്പ്ലിറ്റ് ഒക്കെ വന്നുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ 17 കടക്കുന്നത് തന്നെയായിരുന്നു BJP. എന്തായാലും എന്തൊക്കെ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അമ്പലപ്പുഴ ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ തേരോട്ടം തുടങ്ങിയ ഒരു മണ്ഡലമാണത്. അവിടെ നിന്നാണ് പിന്നീട് സുധാകരൻ ഒരു ഹാട്രിക് ആയിട്ട് വിജയിച്ചു. എനിക്ക് തോന്നുന്നു ഏകദേശം 2 പ്രാവശ്യം VS അച്യുതാനന്ദൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ എന്താ പറയുക, ഒരു 2006 മുതലാണ് ശരിക്കും CPM-ന്റെ ഒരു തേരോട്ടം. അത് വേറൊരാൾക്കും അവിടെ കയറി കളിക്കാൻ പറ്റിയിട്ടില്ല. അത് G. സുധാകരൻ, അത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന നമ്മുടെ H. സലാമായിരുന്നു കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി ഇപ്രാവശ്യത്തെയാണ് ഭയങ്കര കോമഡി ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ട് നമുക്ക് ഒരു കാണുന്നത്, ഭയങ്കര നമ്മളൊരു സിനിമയൊക്കെ കാണുന്ന പോലെ. കാരണം 63 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച് G. സുധാകരൻ ഇടതുവശത്ത് ഇറങ്ങി വരുന്നു. UDF G. സുധാകരനെ പിന്തുണയ്ക്കുന്നു. G. സുധാകരൻ വളരെ രൂക്ഷമായിട്ട് ഇപ്പുറത്തെ CPM-ലെ അവസ്ഥ, അതായത് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഇപ്പോൾ രാഷ്ട്രീയ ക്രിമിനൽസിന്റെ കയ്യിലാണ് പാർട്ടി എന്ന് പറഞ്ഞത്. അത് പിണറായിനെ കുഞ്ഞം വെച്ചിട്ടൊക്കെ തന്നെയായിരിക്കാം. പിന്നെ അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, സജി ചെറിയാനെതിരെ പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് കിട്ടും, അദ്ദേഹത്തിന്റെ അവഗണയും. പിന്നെ BJP LDF ഡീലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾ, ഇത് കോൺഗ്രസ് മാത്രമല്ല CPM-ന്റെ അകത്തുള്ള ആളുകളും പറയുന്നുണ്ട്. അത് G. സുധാകരനും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പിണറായിയോ അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കളൊക്കെ നിഷേധിക്കാനുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കുണ്ടായത് മറ്റൊരു വിവാദമായിരുന്നു. പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂവിൽ അതോ ഒരു ബൈറ്റ് കൊടുത്തപ്പോഴെന്തോ G. സുധാകരൻ ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞു. പിന്നെ G. സുധാകരൻ ഞാൻ 3 പ്രാവശ്യം വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. G. സുധാകരൻ ഇതിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല, എന്റെ സംസ്കാരമാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്നെ പിണറായി വിജയൻ വിളിച്ചിട്ടില്ല, എനിക്ക് ഒരു മിസ് കോളും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആര് പറഞ്ഞാണ് സത്യം എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ UDF G. സുധാകരനെ അവിടെ നിർത്തിയത് ഒരു CPM-ന് ഒരു കൊട്ടു കൊടുക്കാനാണ് എന്നാണ് അവരുടെ ഒരു വേർഷൻ. പക്ഷെ ഇത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഒരു മുറുമുറുപ്പുണ്ട്. കാരണം കോൺഗ്രസിന് വേണ്ടി ഇത്ര കാലം പ്രവർത്തിച്ച ആളുകളെ മാറ്റി ഇന്നലെ CPM വിട്ടു വന്ന, CPM-ന് എന്താ പറയാ അങ്ങ് ഒഴിവാക്കി വന്ന ഒരാളെ നിർത്തിയത് ശരിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇനി വോട്ടായി മാറുമോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി, എനിക്ക് BJP-യുടെ 5000 വോട്ടുകൾ, BJP പ്രവർത്തകരുടെ 5000 വോട്ട്, അത് RSS അല്ല, BJP-യുടെ പ്രവർത്തകരുടെ 5000 വോട്ട് എനിക്ക് കിട്ടും, എനിക്ക് വോട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അതിനെതിരെ BJP കാൻഡിഡേറ്റ് അരുൺ അനിരുദ്ധൻ, അദ്ദേഹം എന്താ പറയുക, വളരെ മികച്ച ഒരു പ്രവർത്തകൻ തന്നെയാണ് BJP-യുടെ. അദ്ദേഹം പറഞ്ഞത് സുധാകരന് ചിത്തഭ്രമമാണ്, ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് G. സുധാകരനെ വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും G. സുധാകരന് വേണ്ടി വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ അമ്പലപ്പുഴയിൽ ഇപ്പോൾ അവിടെ LDF ആണ് ഭരിക്കുന്നത്. ഈ പറയുന്ന ഇപ്പോഴത്തെ MLA ഒക്കെ വളരെ മോശം പ്രവർത്തനമാണ്. കാരണം പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് കേരളം എന്നൊക്കെ പറയുന്നെങ്കിലും അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയെക്കുറിച്ച് അതായത് നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ നെടുമങ്ങാടെ കുറിച്ച് പറഞ്ഞിരുന്നപ്പോഴും പറഞ്ഞിരുന്നു, അവിടെയും BJP കാൻഡിഡേറ്റ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ആരോഗ്യ മേഖലയെ കുറിച്ച് തന്നെയാണ്. എന്താ പറയുക, ചത്ത് കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജീവനില്ലാത്ത ഒരു ആശുപത്രിയാണ് അവിടുത്തെ ആശുപത്രി, സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് പറഞ്ഞത് കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ് ഈ അരുൺ അനിരുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി, തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ജനങ്ങളെ കുരുതിക്ക് കൊടുക്കുക എന്ന രീതിയിലേക്കാണ്. അതായത് ആ മെഡിക്കൽ കോളേജ് മോശം ആയി കഴിഞ്ഞാൽ ആളുകളെല്ലാം സ്വകാര്യ ആശുപത്രിയിലേക്ക് പൊക്കോളും, രോഗികളൊക്കെ. അപ്പൊ അത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. പിന്നെ അദ്ദേഹം അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയിരുന്നു ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കരിവാരി തേക്കൽ അല്ലെങ്കിൽ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ
ഇതിലൂടെ വികസനത്തെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസനത്തെക്കുറിച്ചും മോദി ഗവൺമെന്റിന്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് BJP അവിടെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. സുധാകരൻ ഹാട്രിക് ആയിട്ട് MLA ആയിട്ട് അവിടെ CPM നിന്നുകൊണ്ട് ഇപ്പൊ അദ്ദേഹം CPM വിട്ടിട്ട് ഒരു UDF പിന്തുണയോടുകൂടി നിൽക്കുമ്പോൾ അത് വോട്ടായി മാറുമോ, അതോ അത് അത് CPM-നാണോ ഇനി ഗുണം ചെയ്യുക, കോൺഗ്രസ് പ്രവർത്തകർ CPM-നെ മാറ്റി കുത്തുകയോ, അതോ ഈ കോൺഗ്രസിന്റെ UDF-ന്റെയും തമ്മിലടിയിലുള്ള വോട്ടൊക്കെ ഇനി BJP-യിലേക്ക് പോവുകയോ? എന്തായാലും BJP-യുടെ വോട്ട് വിഹിതം കൂടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2 ടേമിലും ഈ പറയുന്ന 17%, 16% നിന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം അതൊക്കെ ഒരു 20% മുകളിലെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊരു BJP-യുടെ വലിയൊരു ഗ്രോത്ത് ആണ്. അതിനെ തുടർന്നും BJP-ക്ക് ഒരു വലിയൊരു ഗുണം ചെയ്യും തന്നെയാണ് എനിക്ക് വിശ്വാസം. അതേസമയത്ത് സുധാകരൻ വോട്ട് പിടിച്ചാൽ CPM-ന് ഇപ്പോഴുള്ള വോട്ട് ഷെയർ കുറഞ്ഞാൽ അത് CPM-ന് വലിയ ഒരു അടി തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.